എനിക്ക് എന്താണ് മുഡ്ഗർ വളരെ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എൻ്റെ ട്രാവൽ ബാഗിൽ അത് കൊണ്ടു നടക്കാം. ഇപ്പം നിങ്ങൾ ദമ്പലോ അല്ലെങ്കിൽ കെറ്റിൽ ബെല്ലോ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത്രയും പ്രാക്ടിക്കലായിരിക്കണമെന്നില്ല. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ദമ്പലോ കെറ്റിൽ ബെല്ലോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു സൈഡിലേക്ക് വെയിറ്റ് തൂങ്ങിക്കണമല്ലോ, അതായത് ബാഗിൽ തന്നെ വെയിറ്റ് തൂങ്ങിക്കണ പോലെ തോന്നും. മുഡ്ഗറിന് ആ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ അത്രയും ലെങ്ത്തിലാണ് ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 3-4 കിലോയുടെ മുഡ്ഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള വെയിറ്റായി. അതേസമയം അമ്പലിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3-4 കിലോ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പെയറും കൊണ്ടു നടക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു സിംഗിൾ പീസ് 3 or 4 kg ഉള്ള മുഡ്ഗർ കൊണ്ടു നടന്നാൽ മതി. ഞാൻ ഈ അടുത്തൊരു ഹംപി ട്രിപ്പ് പോയപ്പോഴത്തേക്കും എൻ്റെ ട്രാവൽ ബാഗിൽ ചെറിയൊരു ഗതയും കൊണ്ടാണ് പോയത്. അതിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ചെറിയ മലകളൊക്കെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ള കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പൂജകളും കാര്യങ്ങളൊന്നുമില്ല, ആ ഏരിയയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ല. അപ്പോൾ എനിക്കുണ്ടായൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക, അത് ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യുക, നേച്ചറിനോട് അത്ര അടുത്തിരിക്കുക, ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എസ്പെഷ്യലി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യണ പോലെയാണ്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നേച്ചറിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് ഹോർമോൺസൊക്കെ നന്നായിട്ട് സെക്രീറ്റ് ചെയ്യും. ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. ഞാൻ ബസ്സിലും ട്രെയിനിലും നടന്നിട്ടൊക്കെയാണ് ജേണി കംപ്ലീറ്റ് ചെയ്തത്. എനിക്കൊരു ട്രാവൽ ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വർക്കൗട്ടും മുടങ്ങില്ല, ട്രാവലും മുടങ്ങില്ല, നിങ്ങൾക്ക് ഔട്ട്ഡോറും വർക്കൗട്ട് ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം.